എപ്പോഴും ദൈവവിശ്വാസം വേണം കേട്ടോ. അറിയില്ലേ? നിക്കടാ അവിടെ. നീ എന്താ പറയണ്ടേ? അപ്പൊ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ ഡ്രീം ഡേ ആണ്. ഇന്നാണ് എൻ്റെ വെഡ്ഡിങ് ഡേ. അപ്പോൾ അതേ രാവിലെ എണീറ്റു. ഇപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പുറത്തെ റൂമിൽ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് കുറച്ച് ധൃതിയായിരിക്കും, ഞാൻ അധികം ഒന്നും സംസാരിക്കലുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ അമ്മയൊക്കെ അപ്പുറത്തെ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണേ. അപ്പോൾ ഞാൻ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പുറത്തെ റൂമിലേക്ക് പോവാം. ഞാനങ്ങനെ ഫുള്ള് റെഡിയായി നിൽക്കുവാണേ. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് വേണം എൻ്റെ അപ്പൂൻ്റെ ലുക്ക് കാണിക്കവാ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. ഇനി നമ്മള് അവരെ പോയി സർപ്രൈസ് ചെയ്യിക്കാൻ പോലെടാ. ഇനി നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാം. ഗൈസ്, നമ്മള് കാറിൽ പോയി കഴിഞ്ഞാ കൊറേ കറങ്ങണമെന്ന് പറഞ്ഞു. കാരണം എല്ലായിടത്തും നോ എൻട്രിയാ. അപ്പോ നമ്മള് നടന്നാണ് നമ്മള് അമ്പലത്തിലേക്ക് പോകുന്ന ഹോട്ടലിൽ നിന്ന്. അല്ലേ അപ്പേ? അതെ. ഗുരുവായൂർ അമ്പലം നടയിൽ കല്യാണം കഴിക്കാൻ അപ്പു എന്നെ ഇന്ന് കല്യാണം കഴിക്കും. പിടിക്കോ? ഇങ്ങനെ കെട്ടിക്കോ. ഇതിങ്ങനെ ഇട്ടാ മതി കേട്ടോ. മാറ്റാട്ടോ. രണ്ടാമത്തെ എന്റെ മോതിരം വളരെ പിടിക്കൂ. അഞ്ഞല്ലേ മുകളിലേക്ക് പിടിക്കൂ. കൊടുക്കൂ. വിട്ടോളൂ. വിട്ടോളൂ. അമ്മേ
ഭയങ്കര ഇമോഷണൽ ആയി പോയടാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സത്യം പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ല. ഇപ്പോഴും ദൈവവിശ്വാസം വേണം കേട്ടോ. അറിയില്ലേ? അനിയൻ എവിടെ അവനെന്തേ? എന്നെ വേണ്ടടാ, എന്നെ ആർക്കും വേണ്ട. എന്നെ ഇട്ടിട്ട് പോയി, എന്നെ ഇട്ട് പോയടാ, എല്ലാരും പോയടാ. കല്യാണം കഴിഞ്ഞ ഉടനെ അവനെ ഇട്ടിട്ട് പോയി. ചോദിക്കവനെ, ചോദിക്ക് നിക്കടാ അവിടെ. നീ എന്താ പറയണ്ടേ? ഗൈസ് കല്യാണം കഴിഞ്ഞു ഗൈസ്. അവനാണെങ്കിൽ സിന്ദൂര വാരി ഇട്ടതാണ്. അവൻ ഇട്ടതാ ഇവിടെ ഫുള്ളിങ്ങനെ വാരി അങ്ങ് വെതറി ഗൈസ്. അന്നേരം എന്റെ മൂക്കിലും ഇവിടെ അവിടെ ഇവിടെ എല്ലാം വീണു ഗൈസ്. 4-5 മണിക്കൂർ മേക്കപ്പ് ഇട്ടതെല്ലാം കൊളാക്കി ഗൈസ്. അവന്റെ ഫോട്ടോഷൂട്ട് എടുത്തോണ്ടിരിക്കുക അവിടെ നോക്ക് മോഡൽ. ഞാൻ രാവിലെ ഒന്നും കഴിക്കാത്തോണ്ടും ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്തോണ്ടും ബിപി പോയതാണോ എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. ചെറുതായിട്ടൊന്ന് വയ്യാണ്ട് വന്നു. പിന്നെ ഇപ്പൊ ഉപ്പു സോഡയൊക്കെ കുടിച്ചപ്പം ഓക്കെ ആയി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് ഗൈസ്. എങ്ങനെ വന്ന് എന്തുവാടാ സർപ്രൈസ് ആയി പോയേട്ടോ. അഭിഷേകന്റെ സത്യം പറഞ്ഞ എന്തോ ട്രിപ്പിന് പോയേക്കുവാണ്, എന്തോ കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടന് വരാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഗുരുവായൂർ വന്നു കല്യാണത്തിന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അതെ, ഞങ്ങൾ ഇനി എന്തും. അപ്പൊ എന്റെ അപ്പന്റെ കല്യാണം കഴിഞ്ഞു. നമ്മള് പറഞ്ഞ പോലെ തന്നെ മിനിമൽ ആയിട്ടായിരുന്നു കല്യാണം. എവിടെ വെച്ചായിരുന്നു അപ്പു? ഗുരുവായൂർ. കാണുമ്പോ തന്നെ അറിയാം, ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ കല്യാണം. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പൂന്റെ വീട്ടിൽ നിന്നും കുറച്ച് പേര്, അങ്ങനെ മൊത്തത്തിലൊരു 60 പേരല്ലേ, 60 പേര് ഉണ്ടാവും. അത്രയും പേരെ ഉണ്ടായുള്ളൂ നമ്മുടെ കല്യാണത്തിന്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ റിസപ്ഷൻ ഒക്കെ വെച്ചിരുന്നതും അങ്ങനെയൊക്കെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അതും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ കല്യാണം നടന്നു അല്ലേടാ. അപ്പം ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്നലെ ഞാൻ സത്യത്തില് ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഗുരുവായൂർ വന്നു, സ്റ്റേ ചെയ്തു. പക്ഷേ ഉറങ്ങിയില്ല. ഫുള്ള് ഓട്ടമായിരുന്നു ഗൈസ്. നമ്മുടെ ശരവണ്ണും ശ്രീകുട്ടനും ഫുള്ള് ഈ ഗുരുവായൂർ തന്നെ വന്നിട്ട് ഞങ്ങൾ ഒരു 5-6 തവണ റൗണ്ട് ചുറ്റി. എന്ന് വെച്ചാൽ എവിടെ എല്ലായിടത്തും നോ എൻട്രി ബോർഡല്ലേ. അപ്പോൾ ഞങ്ങൾ കുറേ കറക്റ്റ് അറിയില്ലായിരുന്നു. അങ്ങനെ കുറേ പണി പറ്റി ഗൈസ്. അങ്ങനെ ഉറക്കം കിട്ടിയില്ല. ഒരു 1/2 മണിക്കൂർ എന്തോ ആണ് ഞാൻ കിടന്ന് ഉറങ്ങിയത് കല്യാണത്തിൻ്റെ തലേന്ന്. പിന്നെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഉടനെ എണീറ്റ് ഫ്രഷായി മേക്കപ്പ് ചെയ്യാൻ പോയി. അപ്പോൾ എനിക്ക് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എനിക്കങ്ങ് വയ്യ ഗൈസ്. പിന്നെ ഞാൻ ഉപ്പ് സോഡയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനി നേരെ അപ്പം അങ്ങ് റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് സദ്യ നമ്മുടെ ഹോട്ടലിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൂൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇച്ചാപ്പി വിവാഹിതയായി ഗൈസ്. ഇനി ഇച്ചാപ്പി അപ്പൂൻ്റെ, അപ്പൂ ഇച്ചാപ്പിയുടെ. അപ്പൊ എന്താ പറയാ, നീ പറ, നീ ഇത് മിണ്ടാ നിക്കണേ. നീ പറയല്ലേ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഇപ്പൊ ഇന്ന് നടന്നേക്കണേ. ഭയങ്കര സന്തോഷം. എല്ലാവരും ബ്ലെസ്സിങ്സ് ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അതെ, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പൊ തന്നെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് കുറേ അമ്മമാരും ചേച്ചിമാരും ഒക്കെ വന്നിട്ട് അവരുടെ കണ്ണ് നിറയാണ്. എന്നുവെച്ചാൽ എനിക്ക് അറിയാൻ പോലില്ല. അവർ നമ്മുടെ വീഡിയോ കാണും, പക്ഷെ എനിക്ക് അവരെ അറിയില്ലല്ലോ, ഞാൻ കണ്ടിട്ട് കൂടിയില്ല. പക്ഷെ അവർ അനുഗ്രഹം നമ്മളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ കുറേ മാറ് അനുഗ്രഹമൊക്കെ വാങ്ങി. അവരുടെ കണ്ണൊക്കെ നിറയണു.
അതൊക്കെ തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ അപ്പു എൻ്റെ ജീവിതത്തിൽ വന്നതും നമ്മള് കല്യാണം കഴിച്ചടാ അങ്ങനെ. അപ്പോൾ എല്ലാത്തിനോടും നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.